मैं आपको कांग्रेस से भी सावधान करने आया हूं। कांग्रेस के पास विकास का कोई एजेंडा नहीं है। कांग्रेस आज माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युनल हो गई है। इसलिए देश में आज कांग्रेस को एमएमसी यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है। इसलिए आपको कांग्रेस से भी बहुत सतर्क रहना है। ये मुस्लिम लीगी माओवादी कांग्रेस के लोग केरला को अपनी लैब बना रहे हैं। कांग्रेस यहां केरला में भी कट्टरपंथियों को बढ़ावा दे रही है। ज्ञान, विज्ञान, आध्यात्म, आस्था, इसकी पवित्र धरती को कांग्रेस के मुस्लिम लीगी एजेंडे से हमें मिलकर के इस पवित्र भूमि को बचाना है। പ്രിയപ്പെട്ടവരെ, കോൺഗ്രസിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് കോൺഗ്രസിന്റെ കയ്യിൽ വികസനത്തിനുള്ള ഒരു പദ്ധതിയുമില്ല. രാജ്യത്തെ കോൺഗ്രസ് എന്നുള്ളത് മാവോയിസ്റ്റുകളെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകളായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഇന്ന് എംഎംസി കോൺഗ്രസ് എന്നായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ് ഇന്ന് രാജ്യത്തെ കോൺഗ്രസ് അറിയപ്പെടുന്നത്. നിങ്ങൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വളരെയധികം സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് കേരളത്തെ ഇന്ന് അവരുടെ വർഗീയ പരീക്ഷണങ്ങളുടെ പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിലും കോൺഗ്രസ് വിഘടനവാദികളെ പിന്തുണയ്ക്കുകയാണ്. അറിവിന്റെ, ശാസ്ത്ര അവബോധത്തിന്റെ, ആധ്യാത്മികതയുടെ, വിശ്വാസത്തിന്റെ ഒക്കെ നാടായ നമ്മുടെ പവിത്രമായ കേരളത്തെ ഈ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗ് അജണ്ടയിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് മുക്തരാക്കണം. കേരളത്തെ നമുക്ക് ഒരുമിച്ച് രക്ഷിക്കണം. साथियों, विकसित केरलम के लिए अब बड़े फैसले का समय आ गया है। अब केरला को नई पॉलिटिक्स चाहिए। 21st सेंचुरी के पहले 25 इयर्स तो चले गए, खत्म हो गए हैं। आने वाले 25 इयर्स के इसमें केरला को विकसित बनाने के लिए अब बीजेपी को डिसाइसिव मैंडेट चाहिए। इसलिए मैं केरला के लोगों से कहूंगा, यही समय है, सही समय है। नाउ इज द टाइम फॉर विकसित केरलम। नाउ इज द राइट टाइम फॉर एनडीए गवर्नमेंट। आइए बीजेपी के साथ केरला में विकास के नए युग की शुरुआत करें। പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വികസിത കേരളം സാധ്യമാക്കാനുള്ള സമയമാണ് സമാഗതമായിരിക്കുന്നത്. ഇതിനായി കേരളത്തിന് ഒരു പുതിയ രാഷ്ട്രീയം ആവശ്യമാണ്. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ 25 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. അടുത്ത 25 വർഷത്തിനുള്ളിലെങ്കിലും കേരളത്തെ വികസിതമാക്കണമെങ്കിൽ ഉറച്ച തീരുമാനം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കേരളത്തോട് പറയുന്നു, ഇതാണ് ശരിയായ സമയം, ഇതാണ് സമയം. കേരളത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള യഥാർത്ഥ സമയം ഇതാണ്. വികസിത കേരളം സൃഷ്ടിക്കാനുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. എൻഡിഎ സർക്കാരിനുള്ള ശരിയായ സമയമാണിത്. വരൂ, നമുക്ക് ഒരുമിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം അണിചേർന്ന് കേരളത്തിന്റെ വികസനത്തിന് പുതിയൊരു തുടക്കം കുറിക്കാം. मेरे साथ बोलिए, भारत माता की जय। आप रहने दीजिए। भारत माता की, भारत माता की, भारत माता की। आज
नेताजी सुभाष बाबू की जन्म जयंती भी है और वंदे मातरम के 150 साल। मेरे साथ बोलिए, वंदे 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 वंदे। बहुत बहुत धन्यवाद।